തകർന്നടിയുമായിരുന്ന നാഷണൽ കൺവെൻഷനെ സംരക്ഷിച്ചതിലൂടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഭരണമേഖലകളിലെ നിർണായക വ്യക്തിത്വമായി മാറുകയുണ്ടായി. സൈനിക തലത്തിൽ സെക്കൻഡ് ഇൻ കമാൻഡ് ആയതുകൊണ്ട് തന്നെ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ പല മേഖലകളിലും പരിശോധനകൾ പോലെ യാത്രകൾ നടത്തുകയും ചെയ്തു. അവിടെയൊക്കെ തന്നെയും പട്ടിണിയിൽ നിറഞ്ഞ മനുഷ്യരെയാണ് നെപ്പോളിയന് കണ്ടെത്താനായത്. ഫ്രാൻസിൻ്റെ പുതിയ രാഷ്ട്രീയ മാറ്റത്തെ തകർക്കാനായി അതിർത്തികളിൽ എതിരാളികൾ സഖ്യമായി ആക്രമണം നടത്തുന്ന സമയം കൂടിയാണല്ലോ ഇത്. പാരീസിൻ്റെ നായകനായി ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ എതിരാളികളെ ഇല്ലാതാക്കുന്നതിലാണ് തൻ്റെ ശ്രദ്ധ വേണ്ടതെന്ന് നെപ്പോളിയന് അതോടെ തോന്നുകയുണ്ടായി. പ്രത്യേകിച്ച് നെപ്പോളിയൻ മുഴുവൻ സമയവും സൈനികനായി ജീവിച്ച ഒരാൾ കൂടിയായിരുന്നു എന്നിരിക്കെ. യുദ്ധതന്ത്രങ്ങളിൽ നെപ്പോളിയൻ എന്ന 26-കാരൻ ആരെക്കാളും മികച്ചു നിൽക്കുമെന്ന് ആ സമയം തന്നെ തെളിയിക്കപ്പെട്ടതുമാണ്. താൻ ലക്ഷ്യം വയ്ക്കുന്ന ഉയരങ്ങൾക്കായി പാരീസിൽ തന്നെ തുടർന്ന് വയസ്സനാവാൻ എന്നാൽ നെപ്പോളിയൻ ഒരുക്കമായിരുന്നില്ല. പാരീസിൽ തുടർന്ന് അധികാര മേഖലകളിലേക്ക് കടന്നെത്താൻ വഴികൾ തുറന്നിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ ഭാവി ആദ്യമെന്ന ചിന്തയിൽ യുദ്ധക്കളത്തിലേക്ക് കടന്നു ചെല്ലാൻ നെപ്പോളിയനെ പ്രേരിപ്പിച്ചു തുടങ്ങുകയാണ്. അദ്ദേഹം തൻ്റെ സൈന്യത്തെപ്പറ്റി ആകുലപ്പെട്ടു. ഇറ്റാലിയൻ ഫ്രണ്ടിലെ യുദ്ധവഴികൾ പരിചിതമായതുകൊണ്ട് തന്നെ തനിക്കവിടെ വ്യക്തമായ നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്ന് നെപ്പോളിയന് ഉറപ്പുണ്ടായിരുന്നു. അപ്രകാരം നെപ്പോളിയൻ ഡയറക്ടർക്ക് മുന്നിൽ തൻ്റെ പദ്ധതികൾ അവതരിപ്പിക്കുകയുണ്ടായി. ആദ്യം ബുദ്ധിമുട്ടേറിയ പദ്ധതികൾ എന്ന നിലയിൽ സൈനിക തലവൻ പിന്നോട്ടു പോയെങ്കിലും ഒരു മാസത്തിനകം ഇറ്റാലിയൻ മേഖലയിലെ യുദ്ധത്തിനായി അവിടെയുള്ള കമാൻഡ് നെപ്പോളിയന് നൽകുകയും ചെയ്തു. അങ്ങനെ മാർച്ച് 2-ാം തീയതി നെപ്പോളിയന് ഔദ്യോഗിക ഉത്തരവ് ലഭിച്ചു. ഫ്രഞ്ച് റിപ്പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ആ സമയം ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്ന യുദ്ധമേഖല കൂടിയായിരുന്നു ഇവിടം. അങ്ങനെ 1796 മാർച്ച് 27-ന് നെപ്പോളിയൻ കമാൻഡ് ഏറ്റെടുക്കുകയും നൈസിലേക്ക് കുതിക്കുകയും ചെയ്തു. ആ സമയം ഇറ്റാലിയൻ ഫ്രണ്ടിൽ സൈന്യം തീർത്തും അച്ചടക്കമില്ലാതെ, മതിയായ ആയുധങ്ങളില്ലാതെ, പല മേഖലകളിലെ സൈനിക ഗ്രൂപ്പുകളോട് ബന്ധം സ്ഥാപിക്കാൻ പോലുമാവാതെ തകർന്നു നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അതോടെ നെപ്പോളിയൻ ഡയറക്ടർക്ക് വീണ്ടും കത്തെഴുതുന്ന അവസ്ഥയുമുണ്ടായി. ഫ്രഞ്ച് റവല്യൂഷണറി ആർമി സൃഷ്ടിച്ചെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റൊക്കെയായ കാർണോട്ട് ആയിരുന്നു നെപ്പോളിയനെ ഡയറക്ടറിയിൽ ആ സമയം ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരുന്നത്. 1796-ലെ ഫ്രഞ്ച് വിജയങ്ങളുടെ ശില്പിയായും കാർണോട്ടിനെയാണ് പറയാറുള്ളത്. അങ്ങനെ ഡയറക്ടർ കാർണോട്ട് നെപ്പോളിയന് പുതിയ നിർദ്ദേശങ്ങളും സൈനിക സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള സഹായങ്ങളുമൊക്കെ നൽകുകയുണ്ടായി. എങ്കിലും നെപ്പോളിയന് അദ്ദേഹത്തിൻ്റെതായ ചില തന്ത്രങ്ങൾ കൂടിയുണ്ടായിരുന്നു. ഇറ്റാലിയൻ മേഖലയിലെത്തിയ നെപ്പോളിയൻ്റെ ആദ്യ വിജയം തനിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് മുകളിൽ തന്നെയായിരുന്നു എന്ന് പറയാം. കാരണം കാലങ്ങളായി യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്ന സൈനിക ഉദ്യോഗസ്ഥർക്ക് 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളിൽ നിന്ന് ഉത്തരവുകൾ കേൾക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായി ആ കാലത്ത് ഉണ്ടായിരുന്നു. എന്നാൽ നെപ്പോളിയൻ്റെ വരവും സംസാരവും നായകശൈലിയും വ്യക്തിത്വവുമൊക്കെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ ആകർഷിക്കുകയും അതോടെ അവർ നെപ്പോളിയനെ അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് മറ്റ് ഉദ്യോഗസ്ഥരുടെ എഴുത്തുകൾ വായിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവുന്നത്. മറ്റൊന്ന്, അഭിപ്രായങ്ങളിൽ രോഷം വരാത്ത, തമാശകളിലൊക്കെ ചിരിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു നെപ്പോളിയൻ എന്നതാണ്. യുദ്ധതന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ സമയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും മറ്റുള്ളവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ എഴുതിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നെപ്പോളിയൻ്റെ പ്രസംഗങ്ങൾ. നെപ്പോളിയൻ്റെ വാക്കുകൾ ഓരോ സൈനികനെയും കോരിത്തരിപ്പിച്ചിരുന്നത്രേ. ഏതായാലും ഇറ്റാലിയൻ മേഖലയിലെ പ്രതിരോധ നിരയിലെ തന്ത്രപ്രധാന ഇടങ്ങൾ തന്നെ ആദ്യം ആക്രമിക്കണമെന്നും അതിനപ്പുറം വശങ്ങളിലെ ആക്രമണമെന്നുമുള്ള തന്ത്രമൊക്കെയാണ് നെപ്പോളിയൻ തൻ്റെ സൈനികർക്കൊപ്പം സൃഷ്ടിച്ചെടുത്ത മുന്നേറ്റ നയം എന്ന് പറയാം. നെപ്പോളിയൻ്റെ വരവ് വരെയും പ്രതിരോധ നിരകളിൽ ചെറിയ സൈനിക ഫലം മാത്രമായിരുന്നെങ്കിൽ നെപ്പോളിയൻ്റെ വരവോടെ അത് മാറുകയുമുണ്ടായി. മറ്റൊരർത്ഥത്തിൽ നെപ്പോളിയൻ്റെ നേതൃത്വത്തിലുള്ള ഒഫൻസീവ് അറ്റാക്ക് ഏത് സമയവും ഉണ്ടാവും എന്ന് എതിരാളികളും മനസ്സിലാക്കി തുടങ്ങി. ഫ്രാൻസിൻ്റെ മുന്നേറ്റത്തിൻ്റെ തുടക്കം തന്നെ തടയാനായി അവിടെ ഉണ്ടായിരുന്നത് കിങ്ഡം ഓഫ് സർദേനിയുടെയൊക്കെ ഭാഗമായിട്ടുള്ള പിഡ്മോൺ നാട്ടുരാജ്യമായിരുന്നു. ഇത് ഇറ്റലിയുടെ നോർത്ത് വെസ്റ്റേൺ അതിർത്തി മേഖല കൂടിയാണ്. യുദ്ധത്തിൻ്റെ തുടക്കകാലത്തൊക്കെ പിഡ്മോൺ സൈനികരും അത്യാവശ്യ ഘട്ടത്തിൽ അവരെ സഹായിക്കാൻ ചെറിയൊരു ഓസ്ട്രിയൻ സൈന്യവും പുറകിൽ ക്യാമ്പ് ചെയ്യുന്ന തരത്തിൽ മാത്രമായിരുന്നു ഇവിടുത്തെ പ്രതിരോധ സേനാ വിന്യാസം എന്നുകൂടി പറയേണ്ടതുണ്ട്. എന്നാൽ നെപ്പോളിയൻ്റെ വരവോടെ അത് മാറുകയാണ്. 30,000-ലധികം വരുന്ന ഓസ്ട്രിയൻ സൈന്യം മിലാൻ മേഖലകളിൽ താവളമുറപ്പിച്ചു. പിഡ്മോൺ സൈന്യം പ്രതിരോധ നിരയുടെ നായക സ്ഥാനത്ത് നിലയുറപ്പിച്ചപ്പോൾ
മറ്റുള്ളവർ വശങ്ങളിലും നിലയുറപ്പിച്ചിരുന്നു. നെപ്പോളിയൻ്റെ എഴുത്തുകളനുബന്ധിച്ച് ഈ സമയം നൈസിലേക്ക് പോഷക സേനകളും മറ്റും വന്നു ചേരുകയുമുണ്ടായി. അപ്രകാരം നെപ്പോളിയൻ്റെ പട ഏതാണ്ട് 60,000-ത്തിലേക്ക് എത്തുകയുണ്ടായി. ഇവിടെ 40,000-ത്തോളം പേർ യുദ്ധമുന്നേറ്റത്തിനും ബാക്കിയുള്ളവർ പ്രതിരോധത്തിനുമായി നിയോഗിക്കപ്പെട്ടു. ഓസ്ട്രിയൻ സൈന്യം പിഡ്മോൺ സൈനികർക്ക് സഹായവുമായി എത്തരുത് എന്നുള്ളതുകൊണ്ട് തന്നെ നെപ്പോളിയൻ്റെ അതിവേഗ ആക്രമണങ്ങളാണ് ഇവിടെ കണ്ടത്. ഈ സമയം ഓസ്ട്രിയൻ സൈന്യവും ചില കൗണ്ടർ അറ്റാക്കുകൾ നടത്തുകയുണ്ടായി. ഏപ്രിൽ 12 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ മോണ്ടിനോട്ടെ, മില്ലെസിമോ, കൊസീറിയ, ഡീഗോ തുടങ്ങിയ യുദ്ധങ്ങളിൽ എതിരാളികൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചുകൊണ്ട് നെപ്പോളിയൻ വിജയിക്കുകയുണ്ടായി. അതോടെ സഖ്യമേഖലകളിൽ നിന്ന് ഒറ്റപ്പെടുത്തിയ പിഡ്മോൺ മേഖലയിലേക്ക് നെപ്പോളിയൻ കടന്നാക്രമണത്തിനൊരുങ്ങി. അവിടെ പിഡ്മോൺ സൈന്യത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും ഉണ്ടായിരുന്നില്ല. നെപ്പോളിയൻ അതിവേഗം ടൂറിനടക്കം കീഴടക്കും എന്ന് സൈനിക ഉദ്യോഗസ്ഥർക്കും സർദീനിയ രാജ്യത്തിൻ്റെ രാജാവായ വിക്ടർ അമീഡിയസ് മൂന്നാമനും മനസ്സിലായതോടെ നെപ്പോളിയനുമായി ഒരു സന്ധി സംഭാഷണത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയുണ്ടായി. ഈ സമയം അതിവേഗം മുന്നേറിയിരുന്ന നെപ്പോളിയൻ്റെ പട ചെറാസ്കോ മേഖലയിൽ ഒരു വമ്പൻ ആക്രമണം നടത്തുകയും ഈ മേഖലയിൽ തമ്പടിക്കുകയും ചെയ്തു. ഈ സമയം പുതുക്കിയ സന്ധി അപേക്ഷകളുമായി പിഡ്മൺ വക്താക്കൾ വരികയും അങ്ങനെ ആദ്യമായി നെപ്പോളിയൻ ഇവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയുമുണ്ടായി. ഒരു ജനറലിൻ്റെ വേഷത്തിൽ ആയുധങ്ങളൊന്നും ധരിക്കാത്ത, ക്ഷീണമൊക്കെ ബാധിച്ച, സൗഹൃദമോ ദേഷ്യമോ പ്രകടിപ്പിക്കാത്ത ഒരു മനുഷ്യനായിട്ടാണ് നെപ്പോളിയൻ അവിടെ എത്തിയത്. ഏതായാലും പിഡ്മോൺ ജനറലിൻ്റെ വാക്കുകൾ ക്ഷമയോടെ കേട്ടിരുന്ന നെപ്പോളിയൻ അവർക്ക് മറുപടികൾക്കൊക്കെ പകരം ഒരേ ഒരു ചോദ്യമാണ് ചോദിച്ചത്. സന്ധിയുമായി ബന്ധപ്പെട്ട തൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ വായിച്ചോ എന്നും അതിന് രാജാവ് സമ്മതിക്കുന്നുണ്ടോ എന്നതുമായിരുന്നു ആ ചോദ്യം. അതിന് വക്താക്കൾ സന്ധിയിലെ വ്യവസ്ഥകൾ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ക്രൂരമാണെന്ന് പറഞ്ഞതോടെ നെപ്പോളിയൻ അവരോട് ഇറങ്ങിപ്പോവാനുള്ള നിർദ്ദേശമാണ് നൽകുകയുണ്ടായത്. ഒപ്പം തന്നെ തൊട്ടടുത്ത നിമിഷം കണ്ടത് യുദ്ധവീരനായ നെപ്പോളിയനെ കൂടിയാണ്. ആ രാത്രി പുലരുന്നതിന് മുന്നേ കൃത്യം 2 മണിക്ക് അടുത്ത പ്രവിശ്യ ആക്രമിക്കുമെന്ന് നെപ്പോളിയൻ പ്രഖ്യാപിക്കുകയാണ്. കുനിയോ പ്രവിശ്യ രാവിലെ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നും നെപ്പോളിയൻ ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിക്കുന്നു. പിഡ്മോൺ വക്താക്കൾക്ക് മുന്നിൽ നിന്ന് തന്നെ എടുത്ത നെപ്പോളിയൻ്റെ ഈ കടുത്ത നീക്കം എന്നാൽ വിജയത്തിലേക്കുള്ള അതിവേഗ വഴി തുറക്കുകയാണുണ്ടായത്. പിഡ്മോൺ അതിവേഗം തീരുമാനങ്ങൾ എടുക്കുകയും നെപ്പോളിയൻ പറഞ്ഞ നിർദ്ദേശങ്ങളിൽ തന്നെ സന്ധിക്ക് സമ്മതിക്കുകയുമുണ്ടായി. അങ്ങനെ പാരീസും ടൂറിനും തമ്മിൽ ഒരു സന്ധി സൃഷ്ടിക്കപ്പെട്ടു. ഈ സമയത്ത് നെപ്പോളിയൻ തൻ്റെ സൈനികരോട് നടത്തിയ പ്രസംഗം ലോക ചരിത്രത്തിൽ തന്നെ അതിഗംഭീരമായി നിലനിൽക്കുന്ന ഒന്നാണ്. 14 ദിവസം കൊണ്ട് 6 യുദ്ധങ്ങൾ നടത്തിയിരിക്കുന്നുവെന്നും അതിലെല്ലാം വിജയിച്ചെന്നും 10,000 എതിരാളികൾ മരിക്കുകയും 15,000-ത്തോളം പേരെ തടവുകാരുമായി പിടിച്ചുവെന്നുമൊക്കെ നെപ്പോളിയൻ പറയുന്നു. പിഡ്മോൺ മേഖലയുടെ സമ്പന്ന നഗരങ്ങൾ ഇപ്പോൾ നമ്മുടെ കയ്യിലാണെന്നും നെപ്പോളിയൻ പറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സേവനം ഫ്രഞ്ച് ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടു. ഫ്രഞ്ചിൻ്റെ ഏറ്റവും മികച്ചവർ ഇനി നിങ്ങളാണെന്നും നെപ്പോളിയൻ അദ്ദേഹത്തിൻ്റെ സൈനികരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറം നെപ്പോളിയൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗഭാഗം കൂടിയുണ്ട്. രാജ്യം സൈനികരിൽ നിന്ന് വലിയ കർത്തവ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും നിങ്ങളത് നിറവേറ്റില്ലേ എന്നും നെപ്പോളിയൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ ഇനിയും ഒട്ടനവധി പോരാട്ടങ്ങൾ ഉണ്ടാവുമെന്നും ഒരുപാട് നദികളെ നിങ്ങൾ മുറിച്ചു കടക്കേണ്ടതുണ്ടെന്നും ഒട്ടേറെ നഗരങ്ങൾ കീഴടക്കാനുണ്ടെന്നും നെപ്പോളിയൻ പറഞ്ഞു വയ്ക്കുന്നു. നിങ്ങൾക്ക് അത്രയും കാലം പോരാടാനുള്ള ധൈര്യമില്ലേ എന്നും ഇല്ലാത്ത ഒരാളുണ്ടെങ്കിൽ പോലും അവർ ഇനിയും എതിരാളികളുടെ അടിച്ചമർത്തൽ ഭീഷണിയിൽ ജീവിക്കണോ എന്ന് സ്വയം തീരുമാനിക്കണമെന്നും സമാധാനത്തിനായി ഈ രാജ്യത്തിൻ്റെ ഭാവിക്കായി നിങ്ങൾ എനിക്കൊപ്പം മുന്നിട്ട് ഇറങ്ങണമെന്നും നെപ്പോളിയൻ അഭ്യർത്ഥിക്കുകയാണ്. തിരിച്ചു വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ നാട്ടിലെത്തുമ്പോൾ ഇറ്റാലിയൻ മേഖല പിടിച്ചെടുത്ത സൈന്യത്തിലെ ഒരാൾ താനായിരുന്നുവെന്ന് നാം അഭിമാനപൂർവ്വം പറയുക തന്നെ ചെയ്യും എന്നുകൂടി നെപ്പോളിയൻ പറഞ്ഞു വയ്ക്കുകയാണ്. തീർന്നില്ല. ഇവിടെ നെപ്പോളിയൻ്റെ വളരെ തന്ത്രപൂർവമായ ഒരു നയം കൂടി നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹം സൈനികർക്ക് അഥവാ സോൾജിയേഴ്സ് എന്ന് വിളിക്കുന്നതിന് പകരം ഇവിടെ ഫ്രണ്ട്സ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അതിനപ്പുറം അദ്ദേഹം ഒരു കാര്യം പറയുകയാണ്. ഈ കീഴടക്കലുകൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. എന്നാൽ നിങ്ങൾ എനിക്ക് മറ്റൊരു ഉറപ്പ് തിരിച്ച് ഇങ്ങോട്ട് തരണം. നാം കീഴടക്കുന്ന മേഖലകളിലെ ജനങ്ങൾക്ക് സത്യത്തിൽ നാം സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എതിരാളികളെപ്പോലെ നാം അവരെ കൊള്ളയടിക്കാനോ ആക്രമിക്കാനോ പാടില്ല. നമ്മൾ അവരെ മോചിതരാക്കാൻ വേണ്ടിയാണ് പോരാടുന്നത്. ഫ്രഞ്ചിൻ്റെ വിജയഗാഥയാണ് നാം രചിക്കുന്നത്. നമ്മുടെ വരവിനെ അവർ ആഘോഷിക്കണം. ഇറ്റാലിയൻ ജനത അവർ അനുഭവിക്കുന്ന അടിമച്ചങ്ങലുകൾ പൊട്ടിച്ചെറിയാൻ
ഫ്രഞ്ച് ആർമി എത്തിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയണം. ആ ജനത നമ്മുടെയും സുഹൃത്തുക്കളാണ്. അവരെ നിങ്ങൾ അതുപോലെ തന്നെ കാണണം. അത് നിങ്ങൾ എനിക്ക് വാക്കായി തരണമെന്നും നെപ്പോളിയൻ പറഞ്ഞു വയ്ക്കുന്നു. നെപ്പോളിയൻ്റെ ആ ദിവസങ്ങളിലെ പ്രസംഗങ്ങളിലെ വളരെ ചെറിയ ഭാഗങ്ങൾ തന്നെ പരിശോധിക്കുമ്പോൾ നെപ്പോളിയൻ എന്ന മിലിറ്ററി ജീനിയസിൻ്റെയും രാജ്യത്തിനായുള്ള ചിന്തകളുടെയും സൈനികരെ എങ്ങനെ ഒരുമിപ്പിച്ച് നിർത്തണം എന്നതിൻ്റെയും പല തന്ത്രങ്ങളുടെയും ഒക്കെ മികച്ച ചിത്രം ഇത്തരം പ്രസംഗങ്ങളിലൂടെ തന്നെ നമുക്ക് വെളിവാകുന്നുണ്ട്. ഏതായാലും ചെറാസ്കോയിലെ സന്ധി ആ മേഖലയിലെ മറ്റു പല കൊച്ചു രാജ്യങ്ങളുടെയും ഭീതി വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. പലരും വമ്പൻ സമ്മാനങ്ങളും കപ്പവും നൽകാമെന്നും സന്ധി വേണമെന്നുമുള്ള രീതിയിൽ നെപ്പോളിയൻ്റെ അടുത്തേക്ക് പ്രതിനിധികളെ അയക്കുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ നെപ്പോളിയൻ്റെ അടുത്ത വലിയ ലക്ഷ്യമായ ഓസ്ട്രിയൻ സൈന്യത്തെ കീഴടക്കാനുള്ള അതിവേഗ നീക്കങ്ങൾക്ക് ചെറുതായി കാലതാമസം നേരിട്ടു. അങ്ങനെ മെയ് മാസത്തിൽ മാത്രമാണ് ഇറ്റാലിയൻ പ്രദേശത്തെ ഓസ്ട്രിയൻ സൈന്യത്തെ തകർക്കാനായി നെപ്പോളിയൻ സൈനിക നീക്കങ്ങൾ തുടങ്ങുന്നത് എന്ന് പറയാം. ഈ മുന്നേറ്റത്തിനിടയിൽ ഓസ്ട്രിയൻ നിയന്ത്രണത്തിലുള്ള അവരുടെ തന്ത്രപ്രധാന മേഖലകളിലൊന്നായ മിലാൻ കീഴടക്കാൻ തന്നെ നെപ്പോളിയൻ തീരുമാനിക്കുകയും ഓസ്ട്രിയൻ സൈന്യത്തിന് നേർക്കുള്ള ഒഫൻസീവ് അറ്റാക്ക് ആരംഭിക്കുകയും ചെയ്തു.